23-ാം ദിവസം. ഇന്നത്തെ നമ്മുടെ ആൻറ്റിഫൺ. ഓ എമ്മനുവേൽ, ഞങ്ങളുടെ രാജാവും നിയമദാതാവുമായ ജനതകളുടെ പ്രത്യാശയും രക്ഷകനും ഞങ്ങളുടെ ദൈവവുമായ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കാൻ വരൂ. നമ്മൾ ക്രിസ്മസിനെ സമീപിക്കുകയാണ്. ക്രിസ്മസിന് മുമ്പുള്ള ഈ ആഴ്ചയിലെ ഓയുടെ 7 മെസ്സിയാനിക് ആൻറ്റിഫണുകൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. എല്ലാവരും ഈ ആൻറ്റിഫണുകൾ ഓർക്കുന്നുണ്ടോ? 1-ാം ദിവസം ഓ ജ്ഞാനമേ, 2-ാം ദിവസം ഓ അദോണായി കർത്താവേ, 3-ാം ദിവസം ഓ ജെസ്സയുടെ വേരെ, 4-ാം ദിവസം ഓ ദാവീദിൻ്റെ താക്കോലെ, 5-ാം ദിവസം ഓ കിഴക്ക് നിന്നും ഉദിച്ച സൂര്യനെ, 6-ാം ദിവസം ഓ ജനതകളുടെ രാജാവേ. ഇന്ന് നമുക്ക് 7-ാമത്തേതും അവസാനത്തേതുമായ ആൻറ്റിഫൺ ധ്യാനിക്കാം. ഓ എമ്മനുവേൽ. എമ്മനുവേലിൻ്റെ ആദ്യത്തെ പരാമർശം ബൈബിളിൽ കാണുന്നത് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആഖാസ് രാജാവിന് ഒരു അടയാളം നൽകിക്കൊണ്ട് ദൈവം വാഗ്ദാനം ചെയ്തു. ഒരു കന്യകയിൽ നിന്ന് ഒരു കുട്ടി ജനിക്കും, അവന് എമ്മനുവേൽ എന്ന് പേര് വിളിക്കണം, അവൻ ഇസ്രായേലിനെ രക്ഷിക്കുന്നവനായിരിക്കുമെന്ന്. അത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാം. ആ പ്രവചനം ആഖാസ് രാജാവിൻ്റെ കാലത്ത് നിറവേറാതെ അത് ഭാവിയിലേക്ക് മാറ്റപ്പെട്ടിരുന്നുവെന്ന്. ആ പ്രവചനം ഒരു ദിവസം പൂർത്തീകരിക്കുമെന്ന് ഇസ്രായേൽക്കാർ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഇരുന്ന അവസരത്തിലാണ് മാലാഖ പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ യൗസേപ്പിനോട് പറയുന്നത്, നിന്റെ ഭാര്യയാകാനിരിക്കുന്ന മറിയത്തിൻ്റെ ഉദരത്തിൽ ജനിച്ച മകൻ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനാണെന്നും കാലങ്ങൾ കാത്തിരുന്ന ആ മകൻ്റെ പേര് ദൈവം നമ്മോടുകൂടെ എന്നായിരിക്കുമെന്നും. ഷെക്കിന, മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിൻ്റെ വാസസ്ഥലം, അതാണ് എമ്മനുവേൽ. യൗസേപ്പ് പിതാവിന് ആ പുത്രന് പേരിടാനുള്ള അധികാരവും മാലാഖ ഇതോടൊപ്പം കൊടുക്കുകയാണ്. യഹൂദ നിയമമനുസരിച്ച് പേരിടാനുള്ള ഉത്തരവാദിത്വം കുട്ടിയുടെ പിതാവിനും ഇങ്ങനെയുള്ള കർമ്മത്തിലൂടെ പബ്ലിക്കായിട്ട് താൻ കുട്ടിയുടെ അപ്പനാണെന്നും സ്ഥിരീകരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് കുട്ടിയുടെ പേര് പറഞ്ഞുകൊടുത്ത പിതൃത്വം ഏറ്റെടുക്കാൻ മാലാഖ പറഞ്ഞത്. ഇനി എമ്മനുവേൽ എന്ന നമ്മുടെ ഐക്കണിലേക്ക് നോക്കാം. അവന് മുതിർന്ന ഒരു കുട്ടിയുടെ മുഖമാണ്. പ്രായപൂർത്തി ചെന്ന ആളിൻ്റെ രൂപവും ശാന്തമായ പക്വത നിറഞ്ഞ ജ്ഞാനമുള്ള അറിവുള്ള ഒരാളുടെ മുഖവുമാണ്. യേശു കുഞ്ഞാണെങ്കിലും ദൈവമായതിനാൽ എല്ലാ അറിവിൻ്റെയും പക്വതയുടെയും ഉറവിടം ആണെന്നാണ് ഈ മുഖം കാണിക്കുന്നത്. ഈ എമ്മനുവേലിൻ്റെ വസ്ത്രം ചുമലയും തവിട്ടും കളർ ചേർന്നതാണ്. അതിൽ സ്വർണം പൂശിയിട്ടുണ്ട്. ചുമല തൻ്റെ രാജകീയതയും തവിട്ട് കളർ തൻ്റെ മാനുഷികതയും ഈശോ പരിപൂർണ മനുഷ്യനും പരിപൂർണ ദൈവവും ആണെന്ന് കാണിക്കുന്നു. ഈശോയുടെ കൈകളുടെ വിരലുകളുടെ പൊസിഷൻ ഈശോ ഒരു നിയമ പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു വിധിയാളൻ, ഒരു അധ്യാപകൻ ആയിട്ടാണ് കാണിക്കുന്നത്. സാധാരണ എല്ലാ ഐക്കണുകളുടെയും പൊക്കത്തിൽ പേര് എഴുതാറുണ്ട്. ഈ ഐക്കണിൽ പേരില്ല. അതായത് ഈശോ വചനമാണ്. വചനം മാംസം ധരിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, പേര് ലഭിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ പിതാവിൻ്റെ നിത്യവചനം. പേരില്ലെങ്കിലും പക്വതയും ഏകാഗ്രതയുമുള്ള ഒരു മനുഷ്യൻ്റെ മുഖം അവൻ തന്നെയാണെന്ന് കാണിക്കുന്നു. കർത്താവിൻ്റെ വചനം പരിശുദ്ധ ത്രിത്വത്തിലെ 2-മത്തെയാൾ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുമ്പ് സമയത്തിൻ്റെയും കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും അധിപനാണ്. കർത്താവിൻ്റെ ഈ വചനം പരിശുദ്ധ ത്രിത്വത്തിലെ 2-മത്തെ ആളായ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുമ്പും അതിനുശേഷവും സമയത്തിൻ്റെയും കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും അധിപനാണ്, ആൽഫയും ഓമഗയും. ഈ 2-മത്തെ ഐക്കണിൽ ഈശോ എമ്മനുവേലിന് പേരുണ്ട്. സമയത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യനായി അവതരിച്ച പുത്രൻ്റെ ഛായയാണ്, അതുകൊണ്ട് പേരുണ്ട്. പുത്രൻ്റെ മുകളിൽ 2 കോണിലായിട്ട് മാതാവിൻ്റെയും പ്രധാന ദൂതനായ ഗബ്രിയേലിൻ്റെയും ചിത്രങ്ങളുണ്ട്. അതായത് ഈ 2 പേരും പുത്രൻ്റെ ആഗമനത്തിനായി സ്വാഗതം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പരിശുദ്ധ അമ്മയെയും ഗബ്രിയേൽ മാലാഖയെയുമാണ് പൊക്കത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈശോയുടെ കയ്യിൽ ഒരു നിയമ ചുരുളുണ്ട്. അതായത് പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽക്കാരെ നയിച്ചതുപോലെ പുതിയ നിയമത്തിൽ പുതിയ ജനത്തെ നയിക്കുന്ന മോശയായിട്ടാണ്
വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ ഈശോയെ അവതരിപ്പിക്കുന്നത്. മോശയുടെ ബാല്യകാലത്ത് മറ്റ് കുഞ്ഞു കുട്ടികൾ മരിച്ചതുപോലെ ഈശോ ജനിച്ചപ്പോൾ 2 വയസ്സിന് താഴെയുള്ള എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നു. മോശ 10 കൽപ്പനയുമായി ഇറങ്ങി വന്നതുപോലെ ഈശോ ശിഷ്യന്മാരെ കൂട്ടി മലയിലേക്ക് കയറി അവിടെ സ്വർഗരാജ്യത്തെപ്പറ്റിയുള്ള പുതിയ വഴികൾ അവരെ പഠിപ്പിച്ചു. സഹനത്തിൻ്റെ ആഴ്ചയ്ക്ക് മുമ്പ് താബോർ മലയിൽ തൻ്റെ ശിഷ്യരോടൊപ്പം ഈശോയ്ക്ക് രൂപാന്തരീകരണമുണ്ടായപ്പോൾ മോശയും ഏലിയാസും അവിടെ ഉണ്ടായിരുന്നു. ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ മത്തായിയുടെ സുവിശേഷം തീരുന്നത് ഈശോ മലമുകളിൽ നിന്നും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായിട്ടാണ്. ഈശോ എല്ലാ നിയമങ്ങളെയും ഇല്ലാതാക്കാനല്ല, പൂർത്തീകരിക്കാൻ ആയി വന്നവനാണ്. അതിനാൽ എൻ്റെ സഹോദരരെ, ഇന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, വരൂ എമ്മനുവേൽ, ഞങ്ങളെ രക്ഷിക്കാൻ വരൂ. ചിലപ്പോൾ നമ്മുടെ ഇടയിൽ, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, സഹോദരങ്ങളുടെ ഇടയിൽ ലോകവിജ്ഞാനികൾ ഒത്തിരി ഉണ്ടാകാം. നിയമ പണ്ഡിതരും നിയമം പാലിക്കുന്നതിൽ കാർക്കശ്യമുള്ളവരും ഇഷ്ടംപോലെ ഉണ്ടാകാം. പക്ഷേ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കാണും. കാരണം ദൈവിക ഭാഷ ലോകത്തിൻ്റെ ഭാഷയിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവരെ പ്രത്യേകമായി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബുദ്ധിയുടെ പ്രകാശമായ, നിയമത്തിൻ്റെ പൂർത്തിയായ എമ്മനുവേൽ, ഞങ്ങൾക്ക് ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള എളിമയും വിജ്ഞാനവും തരണമേ. ആമേൻ.